അത് ആക്ച്വലി കോവിഡ് കഴിഞ്ഞപ്പോഴല്ല, കോവിഡ് സ്റ്റാർട്ട് ചെയ്ത് ലോക്ക്ഡൌൺ തുടങ്ങി ഒരു 2-3 months കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ, ആ ഒരു സ്റ്റേജ്, ഡിപ്രഷൻ ആയില്ല, ആങ്സൈറ്റി, പാനിക് അറ്റാക്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഐ റിമെമ്പർ ഞാൻ വെളുപ്പിന് 2:30-3 മണി സമയത്തൊക്കെ ഞാൻ ഇരുന്ന് കരയുക, എനിക്കറിയില്ല എന്തിനാന്ന്. അപ്പൊ കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റാമ്പ് മാത്രമല്ല, ലൈഫിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുവാണെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിന്റെ റിസൾട്ട് ആണെങ്കിലും നമ്മൾ പെർഫോം ചെയ്യുന്ന രീതിയാണെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നു എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്റെ സോഷ്യൽ മീഡിയ പേജിലാണ്. അതിന് നാട്ടുകാർക്ക് എന്താ പ്രശ്നം? നമുക്ക് ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിന് എനിക്ക് ആൻസേഴ്സ്. നോക്കാം. യുവർ ഫേവറേറ്റ് റൺവേ മൊമെന്റ്? ഓൾവേസ് ലാക്മി ഫാഷൻ വീക്ക്. ലാക്മി ഫാഷൻ വീക്കിന്റെ ആ ഫസ്റ്റ് ഷോ ചെയ്ത്, അതാണ് എൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള റൺവേ മൊമെന്റ്. ഓക്കെ. യുവർ ഡ്രീം ബ്രാൻഡ് ടു വർക്ക് ഫോർ? വിക്ടോറിയ സീക്രട്ട്. ഓക്കെ, എന്തായാലും നടക്കട്ടെ. താങ്ക് യു. മോസ്റ്റ് ചലഞ്ചിങ് ഷൂട്ട് യു ഹാവ് ഡൺ? അങ്ങനെ ഷൂട്ട്സ് ഒന്നും അത്ര ചലഞ്ചിങ് ആയിട്ടുള്ള ഷൂട്ട്സ് വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ ചലഞ്ചിങ് ഷൂട്ട് എന്ന് പറയാൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാ ഷൂട്ട്സും ഭയങ്കര ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നതാണോ? ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആണ്. ലൈക്ക് ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു 2 days മുന്നേ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒന്നും എനിക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടില്ല. വൺ ലെസൺ മോഡലിംഗ് ഹാസ് ടോട്ട് യു? ഹൗ ടു ഫേസ് റിജക്ഷൻസ്. ഓക്കെ. വൺ പീസ് ഓഫ് അഡ്വൈസ് ഫോർ ആസ്പയറിംഗ് മോഡൽസ്? ആസ്പയറിംഗ് മോഡൽസിന് ബേസിക്സ് പ്രോപ്പറായിട്ട് പഠിക്കുക. പറ്റുമെങ്കിൽ നല്ലൊരു ഗ്രൂമറിന്റെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യുക. ബിക്കോസ് ഓപ്പർച്യൂണിറ്റീസ് ഡസൻ വെയിറ്റ് ഫോർ യു. ഓപ്പർച്യൂണിറ്റി കറക്റ്റ് ടൈമിൽ ക്രാക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇറ്റ്സ് വേസ്റ്റഡ്. ഒരു ചാൻസേ ഒരിക്കലും വരത്തുള്ളൂ, അത് കഴിഞ്ഞില്ല. ഇഫ് യു കുഡ് ചേഞ്ച് വൺ തിങ് അബൌട്ട് ദ ഇൻഡസ്ട്രി, വാട്ട് വുഡ് ഇറ്റ് ബി? ഫേവറിസം മേ ബി. ഫേവറിസം, റേസിസം രണ്ടും ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. ഓക്കെ. വൺ ഹാബിറ്റ് ദാറ്റ് സെപ്പറേറ്റ്സ് പ്രൊഫഷണൽസ് ഫ്രം ബിഗിനേഴ്സ്? ഓഫ് കോഴ്സ് പ്രൊഫഷണലിസം. അതായത് ഇപ്പോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഫ്രഷേഴ്സിനും അതുപോലെ എക്സ്പീരിയൻസ് മോഡൽസിനും തമ്മിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അവര് വർക്ക് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ബിഗിനർ ആണ്, ഇത് ഫ്രഷർ ആണ്, അല്ലെങ്കിൽ ഇത് പ്രൊഫഷണൽ ആണെന്നുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പൊ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റൺവേയിൽ ചെയ്യുമ്പോൾ തന്നെ ഹെയർ ആൻഡ് മേക്കപ്പ് ചെയ്യുമ്പോൾ പോലും അപ്പൊ നമുക്കൊരു ലുക്ക് തന്നിട്ടുണ്ടാവും സ്റ്റൈലിസ്റ്റ്, ഒരു ഹോൾ ഫാഷൻ ഷോന്റെ സ്റ്റൈലിസ്റ്റ് ഒരു ലുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ചില മോഡൽസ് വന്നിട്ട് പറയും, അയ്യോ എനിക്ക് ഈ ഹെയർ സ്റ്റൈല് ചേരില്ല, ഈ ലിപ് കളർ എനിക്ക് ചേരില്ല, അപ്പൊ ഇതൊന്ന് മാറ്റി തരുമോ, അങ്ങനെയൊക്കെ സജഷൻസ് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ അതൊന്നും ഒരിക്കലും പ്രൊഫഷണലിസം അല്ല. ബിക്കോസ് നിങ്ങൾക്ക് ഒരു സ്റ്റൈല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പൊ ഇതൊരു പേഴ്സണലൈസ് ഷൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ, എന്തെങ്കിലും നമുക്ക് പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഒരു റൺവേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ നമുക്കൊരു സജഷൻ പോലും പറയാനുള്ള ചെയ്യരുത്. അതാണ് ഞാൻ ആക്ച്വലി ഈ പ്രൊഫഷണൽ മോഡൽസിലും ബിഗിനേഴ്സിലും കണ്ടിട്ടുള്ള വലിയൊരു ഡിഫറൻസ്. അതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു കാര്യം വേണം. നമ്മൾ ആ ഒരു എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. ഈ ഫേവറിസം എന്ന് പറയുന്ന കാര്യം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ? അങ്ങനെ ഫേവറിസം കാരണം ഒരുപാട് കുട്ടികൾക്ക്, ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ലേ? അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ. ഫേവറിസം ഉണ്ടായിരുന്നു തുടക്കകാലത്ത് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കോവിഡിനൊക്കെ ശേഷം, ഇപ്പൊ ആക്ച്വലി എന്റെ ഒരു കരിയർ ബ്രേക്ക് വളരെയധികം എന്നെ ബാധിച്ച സമയമാണ് കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്നത്. അപ്പൊ കോവിഡിന് ശേഷം ഇൻഡസ്ട്രി തന്നെ എനിക്ക് എന്തോ പരിചയമില്ലാത്തൊരു ഇൻഡസ്ട്രിയായി മാറി. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് വർക്കിന് വിളിച്ചിരുന്ന കൊറിയോഗ്രാഫേഴ്സ് ആണെങ്കിലും ഷോ ഡയറക്ടേഴ്സ് ആണെങ്കിലും വിളിക്കാത്തൊരവസ്ഥ. അതുപോലെ എന്താ പറയാ, ഫ്രഷേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അത് നല്ലതാണ്. പക്ഷെ ഈ എക്സ്പീരിയൻസ് മോഡൽസിനെ മാറ്റി നിർത്തിയിട്ട് ഫ്രഷേഴ്സിനെ വെച്ചിട്ട് ഷോ ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രോപ്പർ ഫേവറിസത്തിന്റെ എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി അതിന്റെ ഒരു വിക്ടിമും കൂടിയാണ്. ഓക്കെ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഫേവറിസം വരുന്നത്? അതായത് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് എന്നുള്ള ഒരു തോട്ട് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നത്, ഫേവറിസം വരുന്നത്?
അതൊരു പോയിന്റ് ആണ്. കാരണം എക്സ്പീരിയൻസ് മോഡൽസിനെ വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള മോഡൽസ് തരുന്ന അത്രയും ക്വാളിറ്റി ഒരിക്കലും ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് തരാൻ പറ്റില്ല. അപ്പോൾ ആക്ച്വലി കേരളത്തിലെ ഫാഷൻ ഇൻഡസ്ട്രി ഇങ്ങനെ ആവാനുള്ള കാരണം കൂടി ഇത് തന്നെയാണ്. കാരണം ഒരുപാട് ഷോസ് ചെയ്യുമ്പോൾ ഈ ഫ്രഷേഴ്സ് ഒരുപാട് വന്നു. അതിനകത്ത് ഇപ്പോൾ മേ ബി ഒരു 1-2 പേര് എക്സ്പീരിയൻസ്ഡ് ഉള്ളവരുണ്ടാവാം 12 മോഡൽസിന്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു പ്രൊഫഷണൽ രീതിയല്ല ഷോ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഈ കേരളത്തിൽ ഒരുപാട് ഡിസൈനേഴ്സ് വരാതെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലിറ്ററലി കേട്ടിട്ടുണ്ട്, ഡിസൈനേഴ്സ് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഞാനിവിടെ ഷോ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ബ്രാൻഡിന്റെ ഷോസ് ഇവിടെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല, പിന്നെ ഞാൻ എന്തിനു ഷോ ചെയ്യണം? അതെ. അപ്പൊ അങ്ങനെ ഓഫ് കോഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മണി മാറ്റേഴ്സ് അല്ലെ. ഇപ്പൊ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ രണ്ടു പേർക്കും വിൻ വിൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കണം, മോഡൽസിനാണെങ്കിലും ബ്രാൻഡ്സിനാണെങ്കിലും. ഓക്കെ. ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളിനെ കൊണ്ടുവരാതിരിക്കുമ്പോൾ അതിൻ്റെതായ ഫോൾട്ട് ഒരു വർക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു വർക്ക് കണ്ടിട്ട് ഇതൊരു ഫ്രഷർ ചെയ്തിരുന്നതിന് പകരം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ചെയ്തിരുന്നതെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയേനെ, ഈ ഒരു മാർജിൻ ലൈനിൽ നിന്ന് പോവാതെ ഇതിന് കുറച്ചുകൂടി അംഗീകാരം കിട്ടിയേനെ, ഇത് അതായത് ഇറ്റ് ഡിസേർവ് മോർ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും വർക്ക് ഉണ്ടോ? ഇഷ്ടം പോലെ വർക്ക്സ് ഉണ്ട്. അതിപ്പോ ഷൂട്ട്സ് ആണെങ്കിലും അഡ്വർടൈസ്മെന്റ്സ് ആണെങ്കിലും റൺവേ ആണെങ്കിലും എല്ലാം ഇഷ്ടം പോലെ വർക്ക്സ് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ശരിക്കും ഈ ഫേവറിസം കാരണം ഇൻഡസ്ട്രിക്ക് നല്ല നല്ല ടാലന്റ്സ് കുറയുന്നു ഡെഫിനറ്റ്ലി എന്നുള്ള. ഇവിടെ ടാലന്റ് ഉള്ള ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട്. അപ്പൊ അവർക്കാർക്കും വർക്ക് കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോ കേരളത്തിൽ നിലവിൽ ഉള്ളത്. കേരളത്തിന്റെ കാര്യമാണ്. പുറത്തോട്ടൊക്കെ എങ്ങനെയാണ്? പുറത്തേക്ക് ഇപ്പോ ലാക്മേ ചെയ്യുന്ന സമയം വരെ എനിക്ക് അറിയുള്ളൂ. അതിനുശേഷം ഞാൻ കൂടുതലും ഫിറ്റ്നസ് ട്രെയിനിങ്ങും പിന്നെ ഈ ബ്രാൻഡ് നെക്സ്റ്റ് ഫേസിന്റെ ബിൽഡ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് പരിപാടിയിൽ ബിസി ആയി പോയി. അപ്പൊ പുറത്തത്തെ കാര്യം ഇപ്പൊ എനിക്കറിയില്ല. പക്ഷെ എന്നാലും എന്റെ ഫ്രണ്ട്സ് ഔട്ട്സൈഡ് കേരള വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് കേട്ടനുസരിച്ച് അവിടെയും ഈ പറഞ്ഞ പോലെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കോവിഡിന് മുന്നേ വരെ ഞാൻ നല്ല ബ്രൈറ്റ് ആയി ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കോവിഡിന് ശേഷം കോവിഡ് എന്നെ നന്നായിട്ട് അഫക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ കോവിഡിന് ശേഷം എനിക്ക് എൻറ്റയർലി കോണ്ടാക്ട്സ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ്? തികച്ചും അതൊരു 2ാം വരവാണ് അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു ഗ്രോത്ത്? ആക്ച്വലി മോഡലിംഗ് ഒരു കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയ സമയമായിരുന്നു കോവിഡിന്റെ സമയം. അപ്പൊ ആ സമയത്ത് എന്റെ അതർ സ്ട്രെങ്ത്സ്, ഇപ്പൊ ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാന്ന് പറഞ്ഞല്ലോ, ഞാൻ അത് കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ കുറച്ചും കൂടിയും ഓൺലൈൻ ആയിട്ടുള്ള സെഷൻസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഓക്കെ, ഫാഷൻ ഇൻഡസ്ട്രി എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഓൺ ദി അതർ സൈഡ് ഇപ്പൊ ഫിറ്റ്നസിന്റെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്ലറിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ കോവിഡിന് ശേഷം ഈ ഇൻഡസ്ട്രിയിൽ തിരിച്ചു വരുന്ന സമയത്ത് ഒന്നാമത്തെ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. പിന്നെ കോവിഡ് കഴിഞ്ഞതിന് ഇനീഷ്യലി കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്നെ പതിയെ അഫക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി ഓക്കെ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ പാരലലി പറഞ്ഞ പോലെ ഫിറ്റ്നസ് ട്രെയിനിങ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് എന്നെ ബാധിച്ചിട്ടില്ല ഫൈനാൻഷ്യലി സ്പീക്കിംഗ്. പക്ഷെ മോഡലിങ്ങിനെ പറ്റി മാത്രം സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു ഫീൽഡിന്റെ കണക്ഷൻ കുറച്ച് പോയിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഒരുപാട് പേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിരുന്ന ആ ഒരു അവസരം പോയല്ലോ എന്ന് ഓർത്തിട്ട് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ട്രോമ എന്നുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവും അങ്ങനെ ഒരു ഫിയർ ഉണ്ടായിട്ടുണ്ടോ ഉള്ളില്? ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത്. അത് ആക്ച്വലി കോവിഡ് കഴിഞ്ഞപ്പോഴല്ല, കോവിഡ് സ്റ്റാർട്ട് ചെയ്ത് ലോക്ക്ഡൌൺ തുടങ്ങി ഒരു 2-3 months കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ, ആ ഒരു സ്റ്റേജ്, ഡിപ്രഷൻ ആയില്ല, ആങ്സൈറ്റി, പാനിക് അറ്റാക്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഐ റിമെമ്പർ ഞാൻ വെളുപ്പിന് 2:30-3 മണി സമയത്തൊക്കെ ഞാൻ ഇരുന്ന് കരയുക, എനിക്കറിയില്ല എന്തിനാന്ന്. അപ്പൊ എനിക്ക് ഓക്കെ ഫിറ്റ്നസ് ട്രെയിനിങ് ഉണ്ടെങ്കിലും ആ സമയം വരെ ഞാൻ ഓഫ്ലൈനാ ചെയ്തോണ്ടിരുന്നത്, ജിമ്മിൽ ആയിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ഒന്നുമില്ല, ജിമ്മില്ല, അതുപോലെ ഈ വർക്കില്ല, ഒന്നുമില്ല. സോ ഇൻകം വാസ് 0, ആ ഒരു സ്റ്റേജ് ആയി. അപ്പൊ ഉള്ള സേവിങ്സിന്നായിരുന്നു അത്രയും 3 months പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഞാൻ എന്റെ പാർട്ട്ണറിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കരയുവാണ്. അപ്പൊ എനിക്ക് വർക്ക്സ് ഒന്നും കിട്ടണില്ല, ഇത് പറഞ്ഞിട്ട് ഒരുപാട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഹി ഓൺലി ടോൾഡ് മീ ഓക്കെ നമുക്ക് ഓൺലൈൻ ട്രൈ ചെയ്യാം എന്ന്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് അതിന് മുന്നേ 2 clients ഓൺലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് ഓൺലൈൻ കുറച്ചും കൂടിയും ട്രൈ ചെയ്യാൻ തുടങ്ങിയതും അതുപോലെ കുറെ വീഡിയോസ്, ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതും അങ്ങനെയൊക്കെ. പിന്നെ അത് ആ ഒരു സ്റ്റേജ് മാറി, പിന്നെ കുറച്ചുകൂടിയും എൻജോയ് ചെയ്യാൻ തുടങ്ങി.
കാരണം വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ, വേറെ എവിടെയും പോവണ്ട, വർക്ക് കഴിയുക, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ ഒന്നെങ്കിൽ മൂവി കാണുക അല്ലെങ്കിൽ പേരൻസിനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ കുറച്ചും കൂടിയും ഹാപ്പിയായി ഞാൻ അതിനുശേഷം. അപ്പോ ശരിക്കും നമ്മൾ ഏതൊരു സിറ്റുവേഷൻ വന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ്, നമ്മുടെ ഉള്ളിൽ ഒരു ഒപ്റ്റിമിസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ റാമ്പിൽ വരുന്ന ഒരാൾക്കും ശരിക്കും ഒരു കോൺഫിഡൻസ് അല്ലേ ആവശ്യം? അതെ അതെ, ഓഫ് കോഴ്സ്. പലപ്പോഴും കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പുറകോട്ട് പോകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഉറപ്പായി അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, പക്ഷെ നേരിട്ട് റിയൽ ലൈഫിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് മോട്ടിവേഷൻ ആണ് കൊടുക്കുന്നത്? മോട്ടിവേഷൻ, നമ്മൾ ആക്ച്വലി കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓക്കെ, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ എന്നെ കാണാൻ കൊള്ളില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ആ നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് എടുക്കാം. ഇപ്പോ ഇഷ്ടംപോലെ അല്ലെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം. അപ്പൊ കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ റാമ്പ് മാത്രമല്ല, ലൈഫിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുവാണെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിന്റെ റിസൾട്ട് ആണെങ്കിലും നമ്മൾ പെർഫോം ചെയ്യുന്ന രീതിയാണെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ എസ്പയറിംഗ് മോഡൽസിന് സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത്, കോൺഫിഡൻസ് ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ അത് ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുക. അതാ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആണ്, പക്ഷെ ഈ ഫാഷൻ ഷോയിലൊക്കെ വരുന്ന സമയത്ത് ഈ ടാലന്റ് റൗണ്ടിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ജഡ്ജിങ് പാനലിന്റെ അടുത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസിന് പഴയ ഒരു നിലവാരം ശരിക്കും ഉണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ആക്ച്വലി തോന്നുന്നു നിലവാരം കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾക്ക് വ്യക്തിപരമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോ നമ്മൾ നേരെ ചെന്ന് ഈ മോഡൽസിനോട് ചോദിക്കുന്നത്. ശരിക്കും അവർ പ്രിപ്പയർഡ് പോലെ ആയിരിക്കില്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോ ഇനിയും കുറെ കൂടി ഉയരാനില്ല, ആ പഴയൊരു നിലവാരത്തിലേക്ക് ഫാഷൻ വേൾഡ് പോവാനില്ല? ഉറപ്പായിട്ടുണ്ട്. അത് പാജന്റ് ആണെങ്കിലും റൺവേ എടുത്താലും എല്ലാത്തിലും ആ ഒരു പഴയ നിലവാരത്തിലേക്ക് തിരിച്ചു വരാനുണ്ട്. അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഒരു ഫാഷൻ ഇൻഡസ്ട്രി മാത്രം ഇങ്ങനെ ഡൂം ചെയ്തുകൊണ്ടിരിക്കും, ബാക്കിയെല്ലാം ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു മോഡലാണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പൊ ആൾക്ക് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ഷീസ് ടോൾ. അപ്പോൾ ഷി വാസ് വർക്കിംഗ് ഹിയർ, കേരളത്തിൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ ആള് ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ ഫിറ്റ് ആവുന്നില്ല. ആൻഡ് ദെൻ ഷീ മൂവ് ടു മുംബൈ. മുംബൈയിൽ ഒരു നല്ലൊരു മോഡലിംഗ് ഏജൻസിയിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. ആൻഡ് നൗ ഷീ ഈസ് വർക്കിംഗ് ഫോർ ഫേമസ് ഫാഷൻ ഡിസൈനേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോ എപ്പോഴും നമ്മള് എന്താ പറയാ, ഈ നമ്മുടെ കേരളത്തിലെ ഇൻഡസ്ട്രി കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒട്ടും വെൽക്കമിങ് അല്ല ആ ഒരു കാര്യത്തില്. അപ്പൊ കേരളത്തിലെ ഇൻഡസ്ട്രി ഒട്ടും വെൽക്കമിങ് അല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഒരു ഓവറോൾ ഇന്ത്യ ഒരേ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഏതൊരു സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, ഞാൻ ലാക്മി ഫാഷൻ വീക്ക് ചെയ്ത സമയത്ത് അതിനുശേഷം ഒരു മുംബൈയിലെ ഒരു വൺ ഓഫ് ദി ടോപ്പ് ഏജൻസീസിന്റെ ഒപ്പം കോൺട്രാക്ട് സൈൻ ചെയ്തിരുന്നു, മോഡലിംഗ് ഏജൻസിയുടെ ഒപ്പം. അതിനുശേഷമാണ് ഈ കോവിഡ് വന്നു. അപ്പൊ അങ്ങനെ ആ വർക്ക്സ് ഒന്നും നടന്നില്ല. പക്ഷെ എനിക്ക് റിമോട്ട്ലി കേരളത്തിൽ നിന്ന് ആ ഒരു ക്വാളിറ്റി വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആ കോൺട്രാക്ട് ഇപ്പോഴും നിലവിലുണ്ടായേനെ. അത് അവര് ക്യാൻസൽ ചെയ്യില്ലായിരുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് റിമോട്ട്ലി വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ കേരളത്തിലെ ഫാഷൻ ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഗ്രോ ആയി വരും. ഇപ്പൊ മോഡലിംഗ് ഏജൻസീസുമായിട്ട് നമ്മൾ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റഡ് പീരീഡ് വരെ നമ്മൾ അവർക്ക് വേണ്ടി മാത്രമേ വർക്ക് ചെയ്യാവുള്ളൂ, നമ്മൾ വേറെ ആർക്കും വേണ്ടി വർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യമുണ്ടോ ശരിക്കും? അത് ആക്ച്വലി ചില ഏജൻസീസ് അങ്ങനെ എക്സ്ക്ലൂസീവ് കോൺട്രാക്ട് വെക്കും. പക്ഷെ ചിലര് ഫ്രീലാൻസ് വർക്കും ഓക്കെ ആണ് എന്നുള്ളവരുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഫ്രീലാൻസിങ് പ്രോപ്പറായിട്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരു മോഡലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കാം. ഏജൻസിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് അവര് നമുക്ക് തന്നെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തരും. അപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പിന്നെ നമ്മുടെ പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇതിപ്പോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ. അപ്പൊ അതിൽ ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ആക്ച്വലി ഒരു മോഡലാണ്, പുള്ളിക്കാരിയുടെ ഫേസിലും ഒക്കെ പൊള്ളലേറ്റിട്ട് വരികയാണ് ഹോസ്പിറ്റലില്. പക്ഷെ ആ ന്യൂസ് പുറത്തു വിടാൻ പാടില്ല, കാരണം പുള്ളിക്കാരി ഒരു 1 ഇയറിലത്തേക്ക് ഒരു മോഡലിംഗ് ഏജൻസി ആയിട്ട് ഒരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഏജൻസിക്കും പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണോ? ഇങ്ങനെ നമ്മളൊരു കോൺട്രാക്ട് വെച്ച് പോയാൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് പബ്ലിക്കലി അറിയിക്കാനും പറ്റില്ല.
അങ്ങനെ പേഴ്സണലി എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ കേസിൽ ഒരു ഏജൻസിയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ നമ്മളൊരു എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? നമ്മൾ ഒരിക്കലും ഏജൻസീസ് നമ്മളെ ഹയർ ചെയ്യുന്ന ഒരിക്കലും പേയ്മെന്റ് ബേസ്ഡ് ആയിരിക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കോൺട്രാക്ട് വർക്ക് ആയിരിക്കും, ഓൾറെഡി അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ജുവലറിന്റെ ഒക്കെ ഒരു 1 year ബ്രാൻഡ് അംബാസിഡർഷിപ്പ് അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അതാണ് നമുക്ക് ഓൾറെഡി പേയ്മെന്റ് കിട്ടിയിട്ടുള്ള വർക്ക്സ് വരുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ കേസസിൽ ഓഫ് കോഴ്സ് ഉണ്ടാവും. പക്ഷെ അല്ലാതെ ഏജൻസീസ് വരുന്ന സമയത്ത് അവർ ഒരിക്കലും കാസ്റ്റിംഗിന് വേണ്ടി പേയ്മെന്റ് ചാർജ് ചെയ്യില്ല. ശരിക്കും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു ഫാഷൻ സെൻസ് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി അവർ വെൽക്കമിങ് ആകണം എന്ന് കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു, വെൽക്കമിങ് ആകണം എന്നുള്ളത്. അപ്പൊ അത് എനിക്ക് ചോദിക്കാൻ തോന്നിയത്, റീസെന്റ് ആയിട്ട് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ മോളുടെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, ദയ. അപ്പോ പുള്ളിക്കാരിയുടെ ഒരു ഫാഷൻ, അതായത് ഫാഷൻ റിലേറ്റഡ് ആയിട്ട് ഇട്ട ഒരു ഡ്രസ്സിന്റെ പേരിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ അത്രയും നടക്കുന്നത്. ആൻഡ് അതൊരു 2023 എടുത്ത ഒരു പിക്ചറുമാണ്. പക്ഷെ ഇപ്പൊ അതൊരു സംസാര വിഷയമാവുമ്പോ ആസ് എ പേഴ്സൺ ഹു ഈസ് കമ്മിങ് ഫ്രം ദിസ് ഫീൽഡ്, എന്താണ് ഇതിന് പറയാനുള്ളത്? ഒന്നാമത് അത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നു എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്റെ സോഷ്യൽ മീഡിയ പേജിലാണ്. അതിന് നാട്ടുകാർക്ക് എന്താ പ്രശ്നം? ഓൾസോ ഞാൻ ആ പിക്ചർ കണ്ടിരുന്നു. ഈ കോൺട്രവേഴ്സി അതിനുശേഷം എനിക്കൊരു വൾഗാരിറ്റി അതിനകത്ത് ഫീൽ ചെയ്തില്ല. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു വൾഗാരിറ്റിയും ഫീൽ ചെയ്തില്ല. അത് കുറെയൊക്കെ എനിക്ക് തോന്നുന്നു നോക്കുന്ന ആൾക്കാരുടെ കണ്ണിന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതലും പ്രശ്നം സ്ത്രീകൾക്കായിരിക്കും, ആണുങ്ങളെക്കാളും കൂടുതൽ പ്രശ്നം. സോ ആ ഒരു മെന്റാലിറ്റി മാറ്റേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇപ്പൊ നമ്മള് വേറെ ഒന്നും വേണ്ട, സ്ലീവ്ലെസ് ഇട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി, എത്ര കണ്ണുകളായിരിക്കും നമ്മുടെ പുറകെ ഉണ്ടാവുക. അപ്പോ അതിന് ഞാൻ ഒരിക്കലും നെഗറ്റീവ് കമന്റ്സിനെ സപ്പോർട്ട് ചെയ്യില്ല. ബിക്കോസ് ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിന്റെ ഉള്ളിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ആർക്കും ഇല്ല. ശരിക്കും ഇത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള തിങ് ആണ്. അത് ഇത്രയും വലിയൊരു വിവാദമാക്കേണ്ട കാര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും മാറേണ്ടത് ഇത് കാണുന്നവരുടെ കാഴ്ചപ്പാടാണ്, അല്ലെ? അല്ലാതെ നമ്മൾ എന്തിടണം അത് നമ്മുടെ ഇഷ്ടമാണ്. ശരിക്കും നെഗറ്റീവ് കമന്റ്സ് നമ്മൾ ശരിക്കും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഐ തിങ്ക് ദയ എടുത്ത ഒരു നിലപാടും വളരെ ശരിയായിട്ടുള്ള ഒന്ന് തന്നെയാണ്, അല്ലെ? അത്രയും ബോൾഡ് ആവണം. നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും വേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബോൾഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ദയ മാത്രമല്ല, മഞ്ജു ചേച്ചി ആണെങ്കിലും അതിനെ ഭയങ്കര മോളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ആ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് മറുപടി തന്നെയാണ്. അതൊരു ക്രിറ്റിസിസം മാത്രമായിരുന്നില്ല, വളരെ മോശമായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള അസഭ്യം പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ ജഡ്ജ് ചെയ്തിട്ടുള്ളത്, അല്ലെ? ശരിക്കും അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മുടെ ഒരു മെന്റാലിറ്റിയുടെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഫാഷൻ ലോകത്തേക്ക് ഇനിയും ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. നമ്മുടെ കേരളവും വളരെ നല്ലൊരു എക്സ്പോഷർ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്, അല്ലെ? ഇപ്പൊ കുറച്ച് നമ്മൾ ഒരു റാപ്പിഡ് ഫയർ കഴിഞ്ഞില്ലേ, ഇനി കുറച്ച് ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ ആയാലോ? ഓക്കെ. കാം ഓർ എനർജറ്റിക്? ആക്ച്വലി ബോത്ത്. അത് എന്റെ മൂഡ് അനുസരിച്ചിരിക്കും. ഓക്കെ, ബട്ട് മോസ്റ്റ്ലി എനർജറ്റിക് ആയിട്ടുള്ളൊരു? അല്ല, മോസ്റ്റ്ലി കാമാണ്. ടൈംലെസ് എലഗൻസ് ഓർ ഫിയർലെസ് ഫാഷൻ? ടൈംലെസ് എലഗൻസ്. ബോൾഡ് ലിപ്പ് ഓർ സ്മോക്കി ഐസ്? സ്മോക്കി ഐസ്. Vogue cover or Met Gala? Met Gala. Monochrome or prints? Monochrome. Boho or classic chic? Classic chic. Camera loves you or runway owns you? Runway owns you. Signature style or trend hopping? Signature style. Straight hair or curls? Curls, always. Soft power or bold statement? Bold statement. Style over comfort or comfort with style? Comfort with style. സ്കിൻ കെയർ ഓർ മേക്കപ്പ്? സ്കിൻ കെയർ. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ തന്നെ മാമിന്റേതായ കുറെ ചോയ്സസ് ഉണ്ട്, അല്ലെ? അപ്പോ ഈ ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ നമുക്ക് വേണം, ഒരു മോഡൽ ആവാൻ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റൈലിസ്റ്റ് ആവാനൊക്കെ. ഈ ഒരു ഫീൽഡിലേക്ക് വരാനിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞു വന്ന ഈ ഒരു ഇഷ്യൂല് ശരിക്കും നമ്മൾ കണ്ടത് വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, കോൺഫിഡന്റോടുകൂടി കാര്യങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? അപ്പോ ഇതുപോലെ ആസ്പയറിംഗ് ആയിട്ട് വരാനിരിക്കുന്ന ഒരുപാട് മോഡൽസ് ഉണ്ടായിരിക്കാം. എങ്ങനെയായിരുന്നാലും അവർക്കും ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് കേൾക്കേണ്ടിയും വരാം. അപ്പോ ആസ്പയറിംഗ് മോഡൽസിനോട് എന്താണ് പറയാനുള്ളത്? മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കേൾക്കാൻ പോകുന്ന കാര്യം നോ ആയിരിക്കും. അത്
എവിടെ നിന്നും ആവാം, ഇൻഡസ്ട്രിയിൽ നിന്നാവാം, ഫ്രണ്ട്സിൽ നിന്നാവാം, ഫാമിലിയിൽ നിന്നാവാം, എവിടെ നിന്നും ആയിരിക്കാം. പക്ഷെ ആ നോന് ഫേസ് ചെയ്ത് നമ്മുടെ എയിം എന്താണോ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. എത്ര നോസ് കേട്ടാലും അതിൽ നമ്മുടെ ആ ഒരു ഡ്രീം മുങ്ങിപ്പോവരുത്. അപ്പോൾ അത്രയും കോൺഫിഡൻസോടുകൂടി മുന്നേറുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മെന്ററിനെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു പ്രോപ്പർ ട്രെയിനിങ് എടുക്കുക. കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നോളജ് ഇൻഡസ്ട്രിയെ പറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സക്സീഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും, ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് പ്രോപ്പർ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലൊരു കാര്യം നമ്മുടെ വ്യൂവേഴ്സിനോട് പറഞ്ഞു കൊടുത്തതിനും ഫാഷൻ ലോകത്തിന്റെ ഇത്രയും സാധ്യതകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നതിനും ഒരുപാട് താങ്ക് യു. താങ്ക് യു സോ മച്ച്.